ഇവരെ അതാണ് മന്ത്രിമാര്. കേരളത്തിൽ ആദ്യത്തെ സമരമാണ് ആശാവർക്കർമാരുടെ സമരം. സ്ത്രീകൾ ആദ്യമായിട്ട് സമരം നടത്തുന്നു കേരളത്തിൽ. ഇത് സ്ത്രീകളുടെ സമരം എന്നുള്ളതിൻ്റെ ഒരു പരിഗണന കൂടി കൊടുക്കണം. ഞങ്ങൾ എന്താ ചെയ്ത്, ഞങ്ങൾ ആ സമരം ന്യായമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പൂർണ്ണമായി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ സമരം ന്യായമായ സമരമാണ്. ഇപ്പോൾ CITU ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. 2014 ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് CITU നേതാവായ എളമരം കരീവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് 10,000 രൂപയ്ക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം. ഓണറേറിയം 7,000 രൂപ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തത് കേരളത്തിലെ ആശാവർക്കർമാരുടെ ജോലി മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതലാണ്. പിന്നെ ഇവർക്ക് കിട്ടുന്നത് ഒരു ന്യായമായ 300 രൂപ 300 ചില്ലാൻ രൂപ ഒരു ദിവസം കിട്ടിയാൽ അതുകൊണ്ടൊരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുമോ? 12ഉം 14ഉം മണിക്കൂർ അവർക്ക് ജോലിയുണ്ട്. ആ ജോലി ചെയ്ത് വീട്ടിൽ ചെന്നാലും കുത്തിക്കുറിക്കലാണ്, മുഴുവൻ സമയ ജോലിയാണ്. ആ ജോലി പൂർണ്ണമായി ചെയ്തില്ലെങ്കിൽ ഈ കിട്ടുന്ന ഓണറേറിയം പോലും കിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളം ഓണറേറിയം വർദ്ധിപ്പിക്കണം, കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം. ഞങ്ങൾ നിയമസഭയിൽ പോരാടിയ പോലെ തന്നെയല്ലേ UDF അംഗങ്ങൾ പാർലമെന്റിൽ പോരാടിയത്. പാർലമെന്റിന്റെ അകത്തും പുറത്തും കേരളത്തിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ഈ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഇവർ പാട്ടപ്പിരിവുകാരാണ്, ഈ സമരത്തിൽ ആളില്ല, സമരം ചെയ്യുന്നത് കുറച്ചു പേരേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർ മാത്രമല്ല, ഈ സമരത്തിൻ്റെ കൂടെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനുണ്ട്. ഈ സമരം ഞാൻ എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രിയോട് ഫോണിൽ വിളിച്ചു, നേരിട്ട് പോയി സംസാരിച്ചു. അതിനെ തുടർന്നാണ് ചർച്ച നടത്തിയത്. ഒരു ചർച്ച കൊണ്ട് തീർന്നില്ല, ശരി, അടുത്ത ചർച്ച. ഞാൻ ഇന്നലെ വീണ്ടും റിക്വസ്റ്റാണ് ചെയ്ത് ഗവൺമെന്റിനോട് വീണ്ടും ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അനുവദിക്കാൻ പറ്റില്ല, പക്ഷേ പറ്റാവുന്ന കാര്യങ്ങൾ അനുവദിക്കണം. ന്യായമായ കാര്യം. ഇതുപോലെ തന്നെയല്ലേ അംഗൻവാടി ജീവനക്കാരുടെ കാര്യം. ഇതുപോലെ അവർ ചെയ്യുന്ന 14 ജോലി ഞാൻ നിയമസഭയിൽ വായിച്ചു. എന്നിട്ട് മാസം ആകെ കിട്ടുന്നത് ഈ പൈസ 10-12,000 രൂപ കിട്ടുന്നത് 3 പ്രാവശ്യമായിട്ട് കിട്ടും മാസം. കെട്ടിട വാടക അവർ കൊടുക്കണം, ഗ്യാസിന്റെ പൈസ അവർ കൊടുക്കണം, പാലിന്റെ, മുട്ടയുടെ, പച്ചക്കറിയുടെ എല്ലാം കൊടുക്കണം. പിന്നെ എപ്പോഴെങ്കിലും കിട്ടും. ഈ കിട്ടുന്ന ഈ 10-12,000 രൂപ 3 പ്രാവശ്യം ഇങ്ങനെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും? ഇത്രയും ജോലി ഈ പുരുഷന്മാർ പോലും ചെയ്യുന്നില്ലല്ലോ. ഈ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ചെയ്യുന്ന ജോലി കേരളത്തിലോ രാജ്യത്തിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും പുരുഷന്മാർ പോലും ചെയ്യാത്തത്രം വലിയ ജോലി ഭാരമാണ് ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്നതിന് കേരളത്തിലെ മിനിമം അൺസ്കിൽഡ് വർക്കേഴ്സിന് കേരളത്തിന്റെ മിനിമം വേജ് 700 രൂപയാണ്. 700 രൂപ മിനിമം വേജ് കൊടുക്കണമെന്നാണ് ലേബർ റൂൾ അല്ലേ? ഇവർക്ക് 300 ചില്ലാൻ രൂപയാണ് കൊടുക്കുന്നത്. അവർ സാധാരണ ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്താൽ 700 രൂപ അൺസ്കിൽഡ് ലേബർക്ക് കൊടുക്കണമെന്ന്. എന്തിനാണ് ഈ മന്ത്രിമാർ പരിഹസിക്കുന്നത്? അത് വനിതാ മന്ത്രിമാർ, അവർക്കൊക്കെ പുച്ഛമാണ്. എന്ന് വെച്ചാൽ ഒരു തൊഴിലാളികളല്ലേ ഇവരെല്ലാം. അവർ സമരം ചെയ്യുമ്പോൾ അവരെ സമരത്തെ പരിഹസിക്കുക, പുച്ഛിക്കുക, കളിയാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ തൊഴിലാളി വർഗ പാർട്ടിയാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? യഥാർത്ഥത്തിൽ ഇവർ തീവ്ര വലതുപക്ഷ ലൈനാണ്. സാധാരണ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ പഴയ സിനിമയിലും നാടകത്തിലും ഒക്കെ മുതലാളിമാർ കളിയാക്കൂല്ലേ സമരം ചെയ്യുന്നവരെ? അതുപോലെയാണ് കേരളത്തിലെ മന്ത്രിമാരും CPM നേതാക്കന്മാരും. നമ്മുടെ കൊച്ചുനാളിലൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ നാടകങ്ങളിൽ മുതലാളിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ മുതലാളിമാർ തൊഴിലാളി സമരത്തെ കളിയാക്കുന്ന അതേപോലെ തന്നെയാണ്. ഉള്ളിൽ മുതലാളിത്ത മനോഭാവമാണ്. അതാണ് തീവ്ര വലതുപക്ഷ ലൈനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തിനാ അവരെ പരിഹസിക്കുന്നത്? എന്തിനാ പരിഹസിക്കുന്നത്? മാധ്യമങ്ങളുടെ മൊക്കിട്ട് കയറുന്നു, മാധ്യമങ്ങൾ ചൂട്. ആരോഗ്യമന്ത്രി ഡൽഹി പോയപ്പോൾ ഈ വിഷയത്തിന് വേണ്ടി കേന്ദ്രമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞു, കണ്ടില്ല. അപ്പൊ ആളുകൾ ചോദിക്കില്ലേ എന്തുകൊണ്ട് കണ്ടില്ല? അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കാതെയാണ് പോയത്. അപ്പോയിന്റ്മെന്റ് എടുത്ത് ഉറപ്പ് വരുത്തണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു പോവാൻ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ MPമാരുണ്ട് അവിടെ, അവരോട് പറഞ്ഞ അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് ആളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, കേരള ഹൗസിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, പാർലമെന്റിൽ കൊണ്ടുപോയി. കേരളത്തിലെ ഏത് മന്ത്രി, ഞങ്ങൾ പറയാണ്, കേരളത്തിലെ MPമാരോട് പറഞ്ഞാൽ മതി, ഏത് കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ ഞങ്ങളുടെ MPമാർ കേരള ഹൗസിലെത്തി അവരെ കൂട്ടിക്കൊണ്ടുപോയി ഏത് കേന്ദ്രമന്ത്രിക്ക് വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുകയും അവർക്ക് സന്ദർശനം കൊടുക്കുകയും ചെയ്യും. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ. വേറെ വല്ലതും പറയാൻ പോവുകയാണെങ്കിൽ പറ്റില്ല. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ഏത് കാര്യത്തിലും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ UDF, ഇപ്പൊ പ്രേമേന്ദ്രനടക്കം രവി മേത്തനടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ എടുത്തു തരാവുന്ന അപ്പോയിന്റ്മെന്റ്. ഇതൊക്കെ ഒരു എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരോട് ബഹളം ഉണ്ടാക്കുക. ഇവർ ഏത് ലൈനാണ്? എന്താണ് ഇവർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റം? ഞാൻ അവരോട് പറയുന്നത്,
അവർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം പൊതുസമൂഹം നിരീക്ഷിക്കുന്നുണ്ട് നന്നായിട്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ല, അത് പൊതുവായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു നിലപാടാണ്. അത് ഡീലിമിറ്റേഷൻ കാര്യത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു യോഗം നടത്തിയപ്പോൾ ഞങ്ങളടക്കം KPC പ്രസിഡന്റ് അടക്കം ആളുകൾ പങ്കെടുത്തു. അപ്പോൾ കേരള ഗവൺമെൻറ് ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് കേരളത്തിന് ആനുകൂല്യം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ ഗവൺമെൻറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടത്തി. കർണാടകത്തിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നും ഞങ്ങളുടെ മന്ത്രിമാർ പങ്കെടുത്തു. ഞാനതിൽ പങ്കെടുത്തു. UGC റെഗുലേഷൻ ഞങ്ങളാണ് കത്ത് കൊടുത്തത്. UGC റെഗുലേഷൻ തെറ്റാണ്, അത് ശരിയായില്ല, ഫെഡറൽ സ്ട്രക്ചറിന് എതിരാണ്. അവിടെ യോഗം ചേർന്നു. തെലങ്കാനയിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും ഞങ്ങളുടെ ആളുകൾ വന്നു. ഞാനതിൽ പങ്കെടുത്തു. അതിലൊന്നും കുഴപ്പമില്ല.